തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ നല്ലപട്ടി ഗ്രാമത്തിൽ 2026 ജനുവരി മാസം 7 രാവിലെ നടന്നൊരു സംഭവം നാട്ടുകാരെ മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ ഞെട്ടിച്ചു. ന്യൂ ഇയർ അവധി കഴിഞ്ഞ് ഹോമിയോപ്പതി വിദ്യാർത്ഥിനിയായ അക്ഷയ താൻ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. യാത്രയുടെ ക്ഷീണവും അവധിക്കാല ഓർമ്മകളും മനസ്സിൽ നിറഞ്ഞ അവൾ വീട്ടിലേക്കെത്തി. എന്നാൽ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ എന്തോ അസ്വാഭാവികത അവൾക്ക് തോന്നി. വീടിന്റെ ഗേറ്റും മുൻവാതിലും പുറത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. അക്ഷയുടെ റൂംമേറ്റും ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്ന 22-കാരി വർഷിണി അവധിക്കാലത്ത് നാട്ടിലേക്ക് പോയിട്ടില്ല. അതിനാൽ അവൾ വീട്ടിലുണ്ടാകുമെന്നാണ് അക്ഷയ കരുതിയത്. പക്ഷേ വീട് പുറത്തു നിന്നും പൂട്ടിയ നിലയിൽ കണ്ടെത്തിയപ്പോൾ വർഷിണി കോളേജിലേക്കോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ പോയിരിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അതിൽ അസാധാരണമായി ഒന്നും തോന്നിയില്ല. കാരണം പലപ്പോഴും വർഷിണി കോളേജിലേക്ക് പോകുമ്പോൾ പുറത്തു നിന്നും പൂട്ടിയിട്ടായിരുന്നു പോകാറുണ്ടായിരുന്നത്. കൈവശം ഉണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് അവൾ വാതിൽ തുറന്നു അകത്തേക്ക് കയറി. വീടിനുള്ളിൽ അസ്വാഭാവികമായ നിശബ്ദതയായിരുന്നു. സാധാരണയായി വർഷിണി വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ശബ്ദമെങ്കിലും കേൾക്കുമായിരുന്നു. ഫോണിൽ സംസാരിക്കുന്നത്, പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നത്. പക്ഷെ അന്ന് അവിടെ കേൾക്കാനുണ്ടായിരുന്നത് നിശബ്ദത മാത്രം. അക്ഷയ തന്റെ ബാഗ് എടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്നു. അവിടെ കണ്ട കാഴ്ച അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്തതായിരുന്നു. കട്ടിലിൽ അനങ്ങാതെ കിടക്കുന്ന വർഷിണി. ആദ്യ നോട്ടത്തിൽ ഉറങ്ങുകയാണെന്ന് തോന്നി. അക്ഷയ അവളുടെ പേര് വിളിച്ചു. വർഷിണി, എഴുന്നേൽക്ക്. പ്രതികരണമില്ല. വീണ്ടും വിളിച്ചു. അപ്പോഴും പ്രതികരണമില്ല. അടുത്തേക്ക് ചെന്നു. ശരീരത്തിൽ സ്പർശിച്ചു. ആ നിമിഷം അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. വർഷിണിയുടെ ശരീരം തണുത്ത് മരവിച്ച നിലയിലായിരുന്നു. ശ്വാസമില്ല. അവൾ മരിച്ചിരുന്നു. ഭയന്നുപോയി അക്ഷയ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ നാട്ടുകാർ അവിടെ ഒത്തുകൂടി. വിവരം പോലീസിലെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആദ്യ പരിശോധനയിൽ തന്നെ ഇത് സ്വാഭാവികമായ ഒരു മരണമല്ല എന്ന് വ്യക്തമായി. വർഷിണിയുടെ കഴുത്തിൽ ഞെരിച്ച പാടുകൾ ഉണ്ടായിരുന്നു. മരണത്തിന് മുൻപ് അവൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന സൂചനകളും വ്യക്തമായിരുന്നു. വീട്ടിലെ ഓരോ മുറിയും പോലീസ് പരിശോധിച്ചു. മോഷണത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അലമാരകൾ തകർത്തിട്ടില്ല. സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല. പണം നഷ്ടപ്പെട്ടിട്ടില്ല. വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും കാണാതായിട്ടില്ല. അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു നിഗമനത്തിലെത്തി. കൊലയാളിയുടെ ലക്ഷ്യം മോഷണമല്ല, ലക്ഷ്യം വർഷിണി തന്നെയായിരുന്നു. എന്നാൽ ഒരു കാര്യം മാത്രം കാണാനില്ലായിരുന്നു: വർഷിണിയുടെ മൊബൈൽ ഫോൺ. ആ ചെറിയ വിവരമാണ് പിന്നീട് അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരാളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും സൂക്ഷിക്കുന്നത് അവരുടെ മൊബൈൽ ഫോണാണ്. അവസാനമായി ആരെ വിളിച്ചു, ആരോടാണ് സംസാരിച്ചത്, ആരൊക്കെയാണ് കണ്ടുമുട്ടിയത്, എല്ലാ ഉത്തരങ്ങളും ആ ഫോണിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുടർന്ന് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഫോണിന്റെ അവസാന സിഗ്നൽ പരിശോധിച്ചു. അപ്പോഴാണ് വിചിത്രമായ ഒരു വിവരം ലഭിച്ചത്. ഫോണിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് ഊരി മാറ്റിയിരുന്നു. അതുമാത്രമല്ല, ഫോൺ പിന്നീട് മറ്റൊരു ദിശയിലേക്കും നീങ്ങിയതായി കണ്ടെത്തി. ഇത് സാധാരണ കുറ്റവാളിയുടെ ഒരു പ്രവൃത്തിയല്ല എന്ന് പോലീസിന് തോന്നി. തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ പ്രവർത്തനമായിരുന്നു അത്. അന്വേഷണം കൂടുതൽ ശക്തമായി. ഇതിനിടെ വർഷിണിയുടെ സ്വകാര്യ ജീവിതം പരിശോധിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തു. കോളേജ് സഹപാഠികളിൽ നിന്നും വിവരം ശേഖരിച്ചു. അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചു. ഗൂഗിൾ അക്കൗണ്ട് പരിശോധിച്ചു. അവിടെയാണ് അന്വേഷണത്തിന് ആദ്യ വലിയ വഴിത്തിരിവ് ലഭിച്ചത്. ഗൂഗിൾ ഫോട്ടോസിൽ സൂക്ഷിച്ചിരുന്ന ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിൽ ചിലത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ക്ഷേത്രം, വർഷിണി, അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്ന ഒരു മധ്യവയസ്കൻ. ചിത്രങ്ങൾ നോക്കിയപ്പോൾ അത് സാധാരണ സൗഹൃദമല്ലെന്ന് വ്യക്തമായി. അവിടെ ഒരു രഹസ്യ ബന്ധത്തിന്റെ സൂചന ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ആ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അതിനധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അയാൾ തിരുനെൽവേലി സ്വദേശിയായ ശക്തിവേലായിരുന്നു, കരാട്ടെ പരിശീലകൻ. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു: അയാൾ ഇതിനകം വിവാഹിതനായിരുന്നു, 2 കുട്ടികളുടെ അച്ഛനുമായിരുന്നു. ഇപ്പൊ പോലീസിന് പുതിയൊരു സംശയിതാവിനെ ലഭിച്ചു. ശക്തിവേലിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകളോളം അയാളെ ചോദ്യം ചെയ്തു. ആദ്യം അയാൾ പല കാര്യങ്ങളും നിഷേധിച്ചു. പിന്നീട് വർഷിണിയുമായുള്ള ബന്ധം അയാൾ സമ്മതിച്ചു. ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നും സമ്മതിച്ചു. എന്നാൽ കൊലപാതകവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ശക്തിവേൽ ഉറപ്പിച്ചു പറഞ്ഞു. കൊലപാതകം നടന്ന സമയത്ത് താൻ സേലത്തുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു. പോലീസ് അതും പരിശോധിച്ചു. യാത്രാരേഖകൾ, ഫോൺ ലൊക്കേഷൻ, സാക്ഷിമൊഴികൾ ഇവയെല്ലാം പരിശോധിച്ചപ്പോൾ ശക്തിവേൽ പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമായി. അദ്ദേഹത്തിന് മേലുള്ള സംശയം ക്രമേണ പോലീസിന് കുറഞ്ഞു. അങ്ങനെ അന്വേഷണം വീണ്ടും തുടക്കത്തിലേക്ക് തന്നെ മടങ്ങി. ഇപ്പൊ പോലീസിന്റെ ശ്രദ്ധ കുടുംബത്തിലേക്ക് പോയി. അവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വർഷിണിയുടെ അച്ഛൻ എന്ന് എല്ലാവരും കരുതിയിരുന്ന വരദരാജൻ അത് യഥാർത്ഥത്തിൽ വർഷിണിയുടെ അച്ഛനായിരുന്നില്ല.
വർഷിണിക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു. പിന്നീട് അമ്മയെ വിവാഹം കഴിച്ചാണ് ഈ വരദരാജൻ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമായത്. പക്ഷേ വർഷിണിയെ ഒരിക്കലും രണ്ടാനമ്മയുടെ മകളായി കണ്ടിരുന്നില്ല. സ്വന്തം മകളെ പോലെയല്ല, അതിലും കൂടുതൽ സ്നേഹിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അവളുടെ പഠനം, അവളുടെ ഭാവി, അവളുടെ സ്വപ്നം ഇവയെല്ലാം വരദരാജന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. പക്ഷേ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നു. വർഷിണിയും ഈ ശക്തിവേലും തമ്മിലുള്ള ബന്ധം കുടുംബം അറിഞ്ഞു. ആ ബന്ധത്തെ കുടുംബം ശക്തമായി എതിർത്തിരുന്നു. വിവാഹിതനായ ഒരു മനുഷ്യനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അവർ പലതവണ ആവശ്യപ്പെട്ടു. അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകി. ബന്ധുക്കളെ കൊണ്ടുവരെ സംസാരിപ്പിച്ചു. പക്ഷേ വർഷിണി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവൾ പിന്നോട്ടില്ലായിരുന്നു. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരദരാജന്റെ പ്രവർത്തനങ്ങളെല്ലാം വീണ്ടും നിരീക്ഷിക്കാൻ തുടങ്ങി. കൊലപാതകം നടന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അസാധാരണമായിരുന്നു. ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ വീടിനുള്ളിൽ തന്നെ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ഇത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. അതേസമയം അന്വേഷണത്തിന് നിർണായക തെളിവും ഉടനെ ലഭിച്ചു. CCTV ദൃശ്യങ്ങൾ. കൊലപാതകം നടന്ന ദിവസം ഒരു വ്യക്തി വീട്ടിലേക്ക് കയറുന്നതും പിന്നീട് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ആ ദൃശ്യങ്ങൾ അക്ഷയ് കാണിച്ചു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമല്ല, വരദരാജനായിരുന്നു. ആ നിമിഷം കേസ് പൂർണ്ണമായും മാറി. ഇപ്പോൾ എല്ലാ തെളിവുകളും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. മൊബൈൽ ഫോൺ കാണാതാവുക, ഫോൺ ഓഫ് ചെയ്യൽ, സംശയകരമായ യാത്ര, CCTV ദൃശ്യങ്ങൾ, കുടുംബ തർക്കം ഇവ ചേർന്നപ്പോൾ അന്വേഷണ സംഘം വരദരാജനെ ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നു. വർഷിണി ശക്തിവേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവും മധ്യവയസ്കനുമായിരുന്നിട്ടും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കുടുംബത്തിന് കഴിഞ്ഞേയില്ല. അത് വരദരാജനെ മാനസികമായി തകർത്തു. താൻ ജീവനേക്കാൾ സ്നേഹിച്ച മകൾ ജീവിതം നശിപ്പിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. ആ വിശ്വാസം ക്രമേണ നിരാശയായി മാറി. നിരാശ കോപമായി. കോപം ഒടുവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു നിമിഷത്തിലേക്കെത്തി. കൊലപാതകം നടന്ന ആ ദിവസം അദ്ദേഹം സേലത്തിലേക്കെത്തി. വർഷിണിയെ കണ്ടു. അവളോട് ഒരുപാട് സംസാരിച്ചു. ബന്ധം അവസാനിപ്പിക്കാൻ ഒരുപാട് ആവശ്യപ്പെട്ടു. പക്ഷെ അവൾ വഴങ്ങിയില്ല. തുടർന്നുണ്ടായ തർക്കം വഷളായി. അവസാനം ദേഷ്യത്തിന്റെ ഒരു നിമിഷത്തിൽ വരദരാജൻ വർഷിണിയുടെ കഴുത്ത് ഞെരിച്ചു. അവൾ അവിടെ വെച്ച് തന്നെ മരിച്ചു. സംഭവത്തിന് ശേഷം അദ്ദേഹം തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. മൊബൈൽ ഫോൺ എടുത്തു. എന്നിട്ട് അതിലെ SIM കാർഡ് മാറ്റി. അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ ശ്രമവും പിന്നീട് പോലീസിന് പുതിയൊരു തെളിവുകളായി മാറി. അങ്ങനെ ഒരച്ഛൻ സ്വന്തം മകളെ കൊലപ്പെടുത്തിയ കേസായി ഈ അന്വേഷണം അവസാനിച്ചു. ഒരു യുവതിയുടെ ജീവിതം അവസാനിച്ചു. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകർന്നു. ഒരമ്മയ്ക്ക് മകളെയും ഭർത്താവിനെയും ഒരേ സമയം നഷ്ടമായി. ഈ കേസിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ കൊലയാളി ഒരു അപരിചിതനായിരുന്നില്ല, ഒരു കവർച്ചക്കാരനായിരുന്നില്ല, ഒരു സീരിയൽ കില്ലറുമായിരുന്നില്ല. വർഷിണി ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു. അവളെ വളർത്തിയ മനുഷ്യൻ, അവളുടെ വിജയങ്ങളിൽ സന്തോഷിച്ച മനുഷ്യൻ, അവളുടെ ഭാവിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട മനുഷ്യൻ. അവസാനം അവളുടെ ജീവിതം അവസാനിപ്പിച്ചതും അതേ മനുഷ്യനായിരുന്നു. ഒരു കുടുംബത്തെ മുഴുവനും തകർത്ത ആ സംഭവത്തിൽ നിന്ന് ഇന്നും ബാക്കിയാകുന്നത് ഒരു ചോദ്യം മാത്രം. സംസാരിച്ചും മനസ്സിലാക്കിയും തീർക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം. എന്തുകൊണ്ടാണ് ഒടുവിൽ ഒരു ജീവൻ എടുക്കുന്ന ക്രൂരതയിലേക്ക് എത്തിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ ഈ കേസിലെ കഥാപാത്രങ്ങൾക്ക് പോലും പൂർണ്ണമായും അറിയില്ല. പക്ഷെ വർഷിണിയുടെ കഥ ഇന്നും ഒരു മുന്നറിയിപ്പായി നിലനിൽക്കുന്നു. ഒരു തെറ്റായ തീരുമാനം, ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ട നിമിഷം, ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിതവും എന്നേക്കുമായി മാറ്റിമറിക്കാൻ മതിയാകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു യഥാർത്ഥ കഥയായി ഇത് മാറി. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കൂടുതൽ കേസുകളെ കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.